ഗവർണർമാർ ബില്ലുകളിൽ ഒപ്പിടാതെ അനന്തമായി പിടിച്ചു വെച്ചിരിക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ നേടിയെടുത്ത സുപ്രീം കോടതി വിധിക്കെതിരെ അല്ലെങ്കിൽ അതിനൊരു പ്രസിഡൻഷ്യൽ റെഫറൻസ് മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ അതിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ കൊലീഗ് KPC ഇരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോടതി മറുപടി പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതി മറുപടി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടൈം ലൈൻ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നേടിയെടുത്ത വിധി എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തിനകം ഇതിലൊരു തീർപ്പുണ്ടാക്കണം, ഒപ്പിടണം. ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ: ഒന്ന് മടക്കി അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് റെഫറൻസിന് അയക്കുക, അല്ലെങ്കിൽ ഒപ്പിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിൽ കൂടെ കോടതി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഡയലോഗ്, എന്തെങ്കിലും ഇപ്പോൾ ഗവർണർക്ക് എന്തെങ്കിലും ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ സർക്കാരുമായിട്ടൊരു ഡയലോഗ് വന്ന് എന്തുകൊണ്ടാണ് കാരണം എന്നൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് അങ്ങനെ. പക്ഷേ ഇതല്ല നമ്മൾ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കാണുക. ഗവർണർ ഈ ബില്ലുകളൊന്നും ഒപ്പുവെക്കാതെ അനന്തമായിട്ട് പിടിച്ചു വയ്ക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ വിധി വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇതിലൊരു സമയമൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഇതൊന്നും അനന്തമായിട്ട് പിടിച്ചു വെക്കാനും പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു വിധിയാണ്, അല്ലെങ്കിൽ ഒരു മറുപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. സാർ എങ്ങനെയാണ് ഇതിനെ നോക്കുകയാണെന്ന്? ഇത് ഇപ്പം ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് വരുന്നതും പ്രസിഡൻഷ്യൽ റെഫറൻസിന് ആധാരമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി, തമിഴ്നാട് ഗവർണർ വേഴ്സസ് തമിഴ്നാട് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന കേസിലുള്ള വിധി. ഏപ്രിലാണ് ആ വിധി വരുന്നത്. ജസ്റ്റിസ് JB പർദിവാലയും ജസ്റ്റിസ് R മഹാദേവനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ആ വിധി പറയുന്നത്. ആ വിധി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധിയാണ്. ഒന്നാമത്തെ കാര്യം, അത് ആദ്യമായിട്ട് വളരെ കൃത്യമായി ഒരു ഇത് കൊടുക്കുന്നു. ഭരണഘടനാപരമായിട്ട് ഗവർണർക്ക്, സംസ്ഥാന ഗവർണർമാർക്ക് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന നിയമനിർമ്മാണം, ലെജിസ്ലേഷൻസ്, അതാണ് നമ്മൾ ബില്ലെന്ന് പറയുന്നത്. ഈ ലെജിസ്ലേഷൻസിൻ്റെ മുകളിൽ അനന്തമായി ഇരിക്കാൻ ആവില്ല. അവർ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവർ അതിന് ഒരു ഇത് നൽകണം. അതിപ്പോൾ നേരത്തെ ഹരി പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് ഒരു ഗവർണർക്ക് ചെയ്യാൻ പറ്റുക. സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ഒരു നിയമനിർമ്മാണം ഗവർണറുടെ അംഗീകാരത്തിന് വരുമ്പോഴത്തേക്ക് 3 കാര്യങ്ങൾ ചെയ്യാനാവും. ഒന്ന്, ഇതിനെ ഗവർണർക്ക് എന്തെങ്കിലും ആ നിയമനിർമ്മാണത്തിൻ്റെ സാധുതയെക്കുറിച്ചിട്ട് സംശയമുണ്ടെങ്കിൽ അത് വീണ്ടും സർക്കാരിന് തിരിച്ചയക്കാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോ സജഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പുകളോ കൃത്യമായി രേഖപ്പെടുത്തി തിരിച്ചയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് വിടാം. അല്ലെങ്കിൽ ഇത് ഒപ്പുവെച്ച് അയക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നടക്കാതെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട് കേസിന് പോയ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 12ഓളം ബില്ലുകൾ എത്രയോ വർഷമായിട്ട് തമിഴ്നാട് ഗവർണർ ശ്രീ RN രവി ഒപ്പുവയ്ക്കാതെയോ അല്ലെങ്കിൽ അതിനൊരു മറുപടിയും കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലാവുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഏതാണ്ട് സമാനമായ ഒരു സാധനം പഞ്ചാബിൽ നിന്നുള്ള കേസ് വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്നുള്ള കേസുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഈ ബെഞ്ചിൽ, പ്രത്യേക തമിഴ്നാട് വേഴ്സസ് ഈ കേസാണ് വന്നിരുന്നത്. ആ കേസിലാണ് അവർ വളരെ കൃത്യമായിട്ട് ഒരു ഇതുണ്ടാക്കിയത്. ഗവർണർക്ക് ഇതിങ്ങനെ അനന്തമായി പിടിച്ചു വയ്ക്കാനുള്ള അധികാരമില്ല എന്ന് മാത്രമല്ല, ഗവർണർ ഇത് പ്രസിഡന്റിനെ ഇതിനായിട്ട് അയക്കുമ്പോഴത്തേക്ക് ഈവൻ പ്രസിഡന്റിന് പോലും, രാഷ്ട്രപതിക്ക് പോലും അതിൽ ഒരു സമയബന്ധിതമായി ഒരു തീരുമാനം എടുക്കണമെന്നുള്ള ഒരു വിധിയാണത് വന്നത്. അപ്പോൾ ആ വിധി വളരെ വളരെ പ്രസക്തമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫെഡറൽ സംവിധാനം വളരെയധികം ദുർബലമാകുന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ വന്ന ആ വിധി ഫെഡറൽ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഊർജം പകരുന്നതാണ്, അല്ലെങ്കിൽ ആ ഫെഡറൽ സംവിധാനത്തിന് ഒരു ഊർജം പകരുന്നതായിരുന്നു എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള പൊതുവെയുള്ള അഭിപ്രായം, പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മൾ ഏത് മീഡിയയിൽ നോക്കിക്കഴിഞ്ഞിരുന്നാലും ഉണ്ടായിരുന്ന ഒരു പൊതുവെ ആ വിധിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വിധി വന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഉപയോഗിച്ചും കൊണ്ട് ഈ ഒരു സംഭവം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. അത് ആർട്ടിക്കിൾ 143 പ്രകാരം ഉള്ള ആണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് വരുന്നത്. പരമോന്നത കോടതിയുടെ മുമ്പിലുള്ള ഒരു ഉപദേശം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. പക്ഷേ ഈ
കാര്യത്തിൽ ഇത് വന്നപ്പോഴത്തേക്ക് തന്നെ പല നിയമപണ്ഡിതരും ഈ പറയുന്ന പ്രസിഡൻഷ്യൽ റെഫറൻസിൻ്റെ സാധുതയെക്കുറിച്ചിട്ട് സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ്, കാരണം പ്രസിഡൻഷ്യൽ റെഫറൻസിൽ 14 പോയിന്റുകളാണ് അവർ ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കോടതിയുടെ ഉപദേശം എന്നുള്ള രൂപത്തിൽ ആണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ 14 പോയിന്റുകളിൽ 11 പോയിന്റുകളും തമിഴ്നാട് ഗവർണർ വേഴ്സസ് തമിഴ്നാട് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേസിൽ ഒരു ഭരണഘടനാ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും അതിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ വിധി പറയുകയും ചെയ്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിധി പറഞ്ഞ ഒരു സാധനത്തിനകത്ത് സുപ്രീം കോടതിക്ക് വളരെ കൃത്യമായിട്ട് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് വരുമ്പോഴത്തേക്ക് തന്നെ മറുപടി കൊടുക്കാമായിരുന്നു. ഈ 11 കാര്യങ്ങളും ഈ വിധിയിൽ കൃത്യമായി പരിഗണിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അത് പരിഗണിച്ചതിന് ശേഷം വന്ന വിധിയാണ്. ആ വിധിക്കെതിരെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്നാണ് നമ്മൾ വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്, നിങ്ങളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ നൽകാമെന്നുള്ളതാണ്. അതിന് പകരം സുപ്രീം കോടതി ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിനെ ഏറ്റെടുക്കുകയും ഏറ്റെടുത്തിട്ട് അത് പരിഗണിക്കാനായിട്ട് ഒരു 5 അംഗ ബെഞ്ച് രൂപീകരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ഗവായിയുടെ അധ്യക്ഷതയിലായിരുന്നു ആ ബെഞ്ച് രൂപീകരണം ഉണ്ടായത്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇതിൻ്റെ സുപ്രീം കോടതിയുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള വലിയൊരു വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്രൈറ്റിയെക്കുറിച്ചിട്ട്, ഇത് ഭരണഘടനാപരമായ തത്വങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ചേർന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ആ നിലയിൽ ലീഗൽ സർക്കിൾസിലും ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ സർക്കിൾസിലും ഉണ്ടായിരുന്നു. കാരണം എന്നിട്ട് അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJP ഭരിക്കുന്ന പല സംസ്ഥാന സർക്കാരുകളും ഈ പറയുന്ന ഇതിനകത്ത് കക്ഷി ചേരുകയും അവരെ ഈ ഗവർണർമാർക്കും പ്രസിഡൻറ്റിനും രാഷ്ട്രപതിക്കും ബില്ലുകളുടെ കാര്യത്തിൽ സമയബന്ധിതമായി തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഈ നമ്മുടെ ഇതിൻ്റെ വാദം ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഈ വാദങ്ങൾ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റെഫറൻസുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലങ്ങൾ അതനുസരിച്ചിട്ടുള്ള വാദങ്ങളും എല്ലാം ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു നടന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് സെപ്റ്റംബർ 15 കൂടിയിട്ടാണ് ഈ വാദങ്ങളെല്ലാം അവസാനിക്കുകയും കേസ് വിധി പറയാനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാദങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസിഡൻറ്റിനും ഗവർണർമാർക്കും ഉള്ള അധികാരത്തിനകത്ത് ഒരു പരിധിയില്ല എന്ന് പറയുന്ന വാദം ഉന്നയിച്ചത് ഒരു വലിയ ലീഡിങ് നമ്മുടെ നിയമജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാരായിരുന്നു ഹരീഷ് സാൽവെ, SG മെഹ്ത്ത, NK കൗൾ എന്ന് തുടങ്ങി, പിന്നെ നമ്മുടെ അറ്റോർണി ജനറൽ വെങ്കട്ടരമണി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പേരുകൾ ആണ് പറഞ്ഞത് ഈ പ്രസിഡൻറ്റിനും ഗവർണർമാർക്കും ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം കോടതിക്കില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ വിഭാവന ചെയ്തിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ മുകളിലാണ് ഇത് നടന്നിട്ടുള്ളത്. തിരിച്ച് മറുഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നു കപിൽ സിബാൽ ഇങ്ങനെ തുടങ്ങിയ, ഇനി പ്രശാന്ത് ഭൂഷൺ, കപിൽ സിബാൽ തുടങ്ങിയ നിരവധി പേരുകൾ മറ്റ് തമിഴ്നാട്ടിൻ്റെയും സർക്കാരിൻ്റെയും മറ്റും കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വാദങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വന്ന സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിലുള്ള വിധിയാണെന്നോ അതോ ഉപദേശമാണെന്നോ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത. അപ്പോൾ ആ വിധിയിൽ വന്നിട്ടുള്ളത് നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ബില്ലുകൾ അനന്തമായി പിടിച്ചു വയ്ക്കുന്നത് ശരിയല്ല, പക്ഷേ സമയപരിധി നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് വന്നത്. അപ്പം ചുരുക്കത്തിൽ ഇത് അതിൻ്റെ പർപ്പസിനെ തന്നെ ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇപ്പം നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ കമൻറ്റേറ്ററായിട്ടുള്ള ഹരീഷ് ഖരെ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് അതിനെക്കുറിച്ച് പരാമർശിച്ചത് ഒരു ഇന്ത്യൻ റിപ്പബ്ലിക്കിന് വളരെ ദുഃഖകരമായ ഒരു സാഡ് ഡേ ഫോർ ദ ഇന്ത്യൻ റിപ്പബ്ലിക് എന്നാണ്. കാരണം നവംബർ 20 ഈ വിധി വന്ന ദിവസം. കാരണം അദ്ദേഹം പറയണത് ഈ സുപ്രീം കോടതി ഇത് വളരെ വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു ടെക്സ്റ്റുവൽ റീഡിംഗ് ആണ് ഭരണഘടനയെക്കുറിച്ച് എന്നുള്ള ഒരു ലോജിക്കാണ് അവർ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റീഡിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ ഒരു ഭരണഘടനാ കോടതിയിൽ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു
വകുപ്പ് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അതിൻ്റെ വാലിഡിറ്റിയെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയം പറയണത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമൂർത്തമായ ഏതെങ്കിലും ഒരു വിഷയവുമായി ആയിരിക്കില്ല. ഒരു തിയറിറ്റിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടല്ല വരുന്നത്. അതെപ്പോഴും വരുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ മൂർത്തമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കും ആ സംഭവം ഉണ്ടാവുന്നത്. കോടതി ഇതായിട്ട് വരണം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഭരണഘടനാ വിധികളും എടുത്തു കഴിഞ്ഞിരുന്നാലും അങ്ങനെയാണ് വരണത്. ഇപ്പോൾ ഏറ്റവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഭരണഘടന ഇതിൻ്റെ വിധിയാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞത്. ഭരണഘടനയ്ക്ക് ഒരു ബേസിക് ഇതുണ്ടെന്നും ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്നും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തൊടാൻ പാടില്ല എന്നും പറയുന്ന കേശവാനന്ദ ഭാരതി. ആ വിധി വരണത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ലാൻഡ് റിഫോംസും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മഠത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് വരുന്നത്. അപ്പോൾ അത് സ്വകാര്യ സ്വത്തിന്മേലുള്ള സ്വകാര്യ സ്വത്തിൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്ന ഒരു നിലയിലാണ്. അപ്പോൾ അതല്ലാതെ ഒരു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലല്ല ആ കേസ് വരണത്. അവിടെ ആ കേസ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതേ. അതുപോലെയാണ് ഇവിടെ ഈ കേസ് വന്നിട്ടുള്ളത്. ഈ കേസ് വന്നിട്ടുള്ളത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വരുന്നു. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ആയിട്ടല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് അതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ മൂർത്തമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരുകൾ നിയമിക്കുന്ന ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലും അവർ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലല്ല, അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വളരെ കോൺക്രീറ്റ് ആയ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലായാലും ശരി, കേരളത്തിലായാലും ശരി, പശ്ചിമ ബംഗാളിലായാലും ശരി, കർണാടകത്തിലായാലും ശരി, അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിലയിലുള്ള നിരവധി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതിലാണ് പലവിധ തർക്കങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന പോലെ നിയമസഭകൾ, സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് ഗവർണർമാരുടെ ഒപ്പിടുക എന്ന് പറയുന്നത്. ഗവർണർമാർ സംസ്ഥാനത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളവരാണെന്നാണ് നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി പറയുന്നത്. കാരണം 1935 ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസിൻ്റെ പറഞ്ഞിരുന്ന ഇവർ മറ്റേ വൈസ്രോയുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു സാധനം ഗവർണർമാർക്ക് ഇവരുടെ കാര്യത്തിൽ കൃത്യമായി ആ വാചകം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായത്തിന് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ബില്ലുകൾ ഇങ്ങനെ അനന്തമായി നീളുന്നതിനെ കുറിച്ചിട്ടുള്ള പരാതിയായിട്ട് സുപ്രീം കോടതിയിൽ എത്തുന്നത്. അപ്പോൾ ആ പരാതിയുടെ സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന് പകരം ഭരണഘടനയിൽ ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള വളരെ സാങ്കേതികമായ ഒരു ടെക്സ്റ്റുവൽ റീഡിങ്, അല്ലെങ്കിൽ ആ വരികളിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് അണുവിട മാറാതെയുള്ള ഒരു റീഡിംഗ് ആണ് കോടതി നടത്തിയതെന്നാണ് ഹരീഷ് ഖേരെ പോലെയുള്ള രാഷ്ട്രീയ ഇത് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രമുഖ ദിനപത്രങ്ങളെല്ലാം തന്നെ അവരുടെ എഡിറ്റോറിയലിൽ ഈ വിധിയെ വിമർശിക്കുന്നു. ഇവൻ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പോലും ഫെഡറലിസത്തിനെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ വിധി എന്നുള്ളത് അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ ആണെങ്കിൽ ബ്ലോ ടു ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ തലക്കെട്ടോട് കൂടിയിട്ടാണ് അവർ ഈ വിധിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇത് ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അസാധാരണമായ നിലയിലുള്ളൊരു കേന്ദ്രീകരണം, അധികാരത്തിൻ്റെ കേന്ദ്രീകരണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു എന്താ പറയുക, സംസ്ഥാനങ്ങളുടെ അധികാരം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, മറ്റ് പല തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് ഒരു തിരിച്ചടിയാണ് ഈ വിധിയെന്ന് പറയേണ്ടി വരും. ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആൻസർ അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഒരു സൊല്യൂഷനാണ് ആദ്യത്തെ വിധിയിൽ കൂടെ കിട്ടിയതും. ഇപ്പോൾ ആ സൊല്യൂഷൻ ഇനി എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടെ ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറയുന്ന ഒരു സമയപരിധി നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വഴി? ഇപ്പൊ സമയപരിധി നിശ്ചയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും അനന്തമായി പിടിച്ച് വെക്കാന്നാണോ? അപ്പോൾ അതിന് ഇനിയിപ്പോൾ സ്റ്റേറ്റിന് എന്താ ചെയ്യേണ്ടത്? അവരിനിയിപ്പോൾ വീണ്ടും കോടതി കയറി നിരങ്ങേണ്ടി വരുമോ ഒരു ബില്ല്? സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ് വേണ്ടത്, അല്ല സംഭവിക്കാൻ പോണത്. കാരണം ഈ ഒരു സമയം ഇപ്പോൾ നമ്മൾ ഈ ബില്ലുകളുടെ ഇത് എടുത്തു കഴിഞ്ഞിരുന്നാൽ അതിലേതെങ്കിലും തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും വകുപ്പുകളോ ക്ലോസുകളോ ഉണ്ടെന്നുള്ള നിലയിലല്ല ബില്ലുകൾ ഗവർണർമാർ പിടിച്ചു വച്ചിട്ടുള്ളത്. പല ബില്ലുകളും വളരെ എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭ വളരെ എസെൻഷ്യലായിട്ട് കാണുന്ന കാര്യങ്ങൾ വേണമെന്നുള്ള അത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങളാണ്. അപ്പം അത് നടപ്പിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ള നിലയിലാണ് ഇത് വരുന്നത്. കാരണം ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമനിർമ്മാണം എന്ന് പറയുന്നത്, ആ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലല്ലോ. അതൊരു രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന പല വാഗ്ദാനങ്ങളുടെയും പല നയപരിപാടികളുടെയും ഭാഗമായിട്ടാണ് ആ നിയമനിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വരുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു അധികാരം ലഭിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്, ആ ഭരണ സംവിധാനത്തിനകത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട വേറൊരു അധികാര കേന്ദ്രം വിലങ്ങുതടിയാവുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഗവർണർമാർ ഇത് പിടിച്ചു വയ്ക്കുമ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതിനെ അഡ്രസ്സ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും സംഭവം വീണ്ടും പഴയ നിലയിൽ തന്നെ എത്തി എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകളുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്ന ഗവർണർമാർ ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഈ കാര്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാർ ഇത് ഓരോ തവണയും കോടതിയിൽ പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ? അപ്പോൾ അതെല്ലാമാണ് ഇതിനകത്ത് വരേണ്ടത്. അപ്പോൾ പിന്നെ ഇതൊരു പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്നുള്ള ഒരു നിലയിൽ വരുമ്പോഴത്തേക്ക് ഈ മറ്റേ വിധിയെ ഇത് അസ്ഥിരമാക്കുമോ അല്ലെങ്കിൽ അപ്രസക്തമാക്കുമോ, ഏതാണ് അതിനകത്ത് സംഭവിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ഭരണഘടനാപരമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇതിൽ കണക്കാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു.